നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിൽ ദമ്പതികളടക്കമുള്ള സംഘത്തെ പോലീസ് അകാരണമായി മർദ്ദിച്ച സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായി. വിവാഹാനുബന്ധ ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങിയ കോട്ടയം സ്വദേശികൾക്കാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പോലീസിൽ നിന്ന് മർദ്ദനമേറ്റത്. ഈ പോലീസിന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ സിത്താര എന്ന് പറയുന്ന യുവതി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ്. ഇവർ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി നടന്ന് സെൽഫിയൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് പോലീസുകാർ വാഹനത്തിൽ വന്നിറങ്ങി ഉടനെ ലാത്തി വീശി അടിക്കുകയായിരുന്നു. തനിക്കും ഭർത്താവിനും പരിക്കേറ്റു. ഭർത്താവിന്റെ തല പൊട്ടി. അടികൊണ്ട് താഴെ വീണപ്പോൾ വീണ്ടും അടിച്ചു. തന്റെ തോളലിന് പൊട്ടലുണ്ട്. സഹോദരനും ചേച്ചിയുടെ ഭർത്താവിനും പരിക്കേറ്റുവെന്നും സിത്താര പ്രതികരിച്ചു. ഒരു പ്രകോപനവും ഇല്ലാതെയാണ് പോലീസ് അടിച്ചതെന്നും എന്താണ് കാരണമെന്ന് ചോദിച്ചിട്ട് മറുപടി പോലും തരാതെ പോലീസ് മർദ്ദിക്കുകയായിരുന്നുവെന്നും സിത്താര പറഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു നിമിഷത്തേക്ക് മനസ്സിലായില്ല. പോലീസ് യൂണിഫോമിലായിരുന്നില്ലെന്ന് സിത്താര പറഞ്ഞു. ഓർഡർ എന്ന് പറഞ്ഞ് അടിക്കുകയായിരുന്നുവെന്ന് സിത്താരയുടെ സഹോദരനും പ്രതികരിക്കുകയുണ്ടായി. ഇവർ സഞ്ചരിച്ച വാഹനം വഴിയരികിൽ വിശ്രമത്തിനായി നിർത്തിയപ്പോൾ പോലീസ് സംഘം പാഞ്ഞെത്തി മർദ്ദിച്ചെന്നാണ് പരാതി. തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റവർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇന്നലെ രാത്രി 11 മണിക്ക് ശേഷമായിരുന്നു ഈ ദാരുണമായ സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരിക്കുന്നത്. പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് വഴിയരികിൽ നിന്നവരെയാണ് പോലീസ് മർദ്ദിച്ചത്. 20 അംഗ സംഘമായിരുന്നു ട്രാവലറിൽ ഉണ്ടായിരുന്നത്. സംഭവത്തിൽ പരാതി പരിശോധിക്കട്ടെ എന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. കൊല്ലത്ത് വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത് മുണ്ടക്കയത്തേക്ക് മടങ്ങിയ സംഘത്തിന് നേരെയായിരുന്നു അതിക്രമം ഉണ്ടായത്. വാഹനത്തിൽ ഉണ്ടായിരുന്ന മലയാളപ്പുഴ സ്വദേശി ഇറക്കാനായി നിർത്തിയപ്പോഴാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഒരു യുവതിക്ക് സാരമായ പരിക്കേൽക്കുകയുണ്ടായി. 2 യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ചെന്നും പരാതി ശക്തമായിട്ടുണ്ട്. ബാറിന് സമീപം സംഘർഷമുണ്ടായെന്ന വിവരം അറിഞ്ഞെത്തിയ പോലീസ് ആളുമാറിയാണ് ഇവർക്ക് നേരെ തിരിഞ്ഞത് എന്നാണ് സൂചന. അതേസമയം സംഭവത്തിൽ പരാതി പരിശോധിക്കട്ടെ എന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പരിക്കേറ്റവർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. എന്തായാലും ഈ സംഭവത്തിൽ പോലീസിന് വലിയ രീതിയിലുള്ള, അതായത് SIക്ക് വലിയ രീതിയിലുള്ള ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ SI S ജിനുവും സംഘവുമാണ് വിവാഹ സംഘത്തെ ആക്രമിച്ചത്. പോലീസ് എത്തിയത് ബാറിന് മുന്നിൽ പ്രശ്നമുണ്ടാക്കിയവരെ തേടിയാണ്. പക്ഷെ ആളുമാറിയാണ് വിവാഹ സംഘത്തെ ആക്രമിച്ചതെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഈ പോലീസ് ആക്രമണത്തിൽ MP ആന്റോ ആന്റണി പ്രതികരിക്കുകയുണ്ടായി. പോലീസ് നടത്തിയത് അഴിഞ്ഞാട്ടമെന്ന് ആന്റോ ആന്റണി MP പറഞ്ഞു. നടപടി വേണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാത്രമല്ല, കർശനമായ നടപടി എടുക്കുമെന്ന് DYSPയും പ്രതികരിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.